It is so nice to live in a space that is designed by yourself. Like, eventually, it turns out to be my home. ലൊക്കേഷൻ എന്ന് പറയുന്നത് നാദാപുരമാണ്. ഇത് വടകരയിൽ നിന്നൊരു 5-6 കിലോമീറ്റേഴ്സ് മാറിയിട്ടൊക്കെയാണ്. ഈ ഒരു ലൊക്കേഷനിൽ എൻ്റെ കോൺസെപ്റ്റ് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ഒരു യുണീക്കായിട്ടുള്ള സംഭവം കൊണ്ടുവരാൻ ചിന്തിച്ചപ്പോഴാണ് ഇവിടുത്തെ ഒരു കോണ്ടോറിനെ നമുക്കൊരു ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി ആ രീതിയിലൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് അതിനെന്ത് ചെയ്ത് ഈ 2 ഫോം കൊണ്ടുവന്ന് ലെവൽ ഡിഫറൻസിലാണ് നമുക്കൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫുള്ള് ഇവിടുത്തെ ലോക്കലൈസ് ചെയ്ത് കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പൊക്കെ പോയി 28 സ്റ്റെപ്സ് ഉണ്ട്. The ground floor is like an open space. Each space is separated with furnitures and just pillars or very simple things. There's no walls, so that the whole space looks more open and wide enough. So we have used some highlight colors in each spaces, and those highlight colors from one space is taken to the other space also, so that it blends in. Visually, it all connects together. The transition will be more smooth. The color palette is like the shades of travertine only. Like the darkest will be there on the travertine and the lightest will be also there. Like the fabric, we have light cushions and all, so that it's a part of the travertine itself. സെക്കൻഡ് ലെവലിൽ നമ്മൾ വീട് നിൽക്കുന്ന ലെവല്, അവിടെ നമുക്ക് ലാക്ക് ചെയ്യുന്ന വെച്ചൊരു മുറ്റം, സോ കോൾഡ് ഫ്രണ്ട് യാർഡില്ല. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മളൊരു അവിടെ നിന്നാണ് ഈ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് യാർഡ് അല്ലെങ്കിൽ ഡെക്കിലോട്ടുള്ള ആക്സസ് വരുന്നത്. അപ്പോൾ ഫാമിലി ലിവിങ്ങിൽ നിന്ന് പുറത്തോട്ടേക്ക് പോവാം, ആ ഡെക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ ഡൈനിങ്ങിൽ നിന്നും ഡെക്കിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. In dining space, we have given a showcase shelf, which is visually it's a decor element kind of in dining room, so that it gives enough show and also functionally it's easier. And also we have given a huge mirror to make the space even more wider. ഈ ഒരു വീട് കുറച്ചുകൂടെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ഹോബീസും കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് ചെയ്തതാണ്. നമ്മളിപ്പം ഖത്തറിലെ ചെറിയ വീട്ടിലാണെങ്കിലും കിച്ചൺ തന്നെയാണ് അവിടെ കോൺവെർസേഷൻ നടക്കുക. ഐസൊലേറ്റ് ചെയ്ത് വേറെ ഒരു 2 സെക്കൻഡ് കിച്ചൺ അങ്ങനെയൊന്നുമില്ല, ഒരു സിംഗിൾ കിച്ചൺ, അതിൽ എന്ത് ചെയ്യുന്നു എല്ലാ ഫങ്ഷനും കാര്യങ്ങളും. എന്നാൽ അവിടെ ഒരു ഐലൻഡ് ഇതുണ്ട്, നമുക്ക് 1-2 പേർക്ക് ഡൈനിങ് ചെയ്യാം. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരണം. ഒരു ബെഡ്റൂം പേരൻസിൻ്റെയും മറ്റേ തന്നെ സിസ്റ്ററിൻ്റെയാണ്. പേരൻസിൻ്റെ ബെഡ്റൂം കുറച്ചുകൂടെ ഇവിടുത്തെ ഒരു കെയിൻ അല്ലെങ്കിൽ വുഡി ആ രീതി കുറച്ചുകൂടെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡിസൈൻ പിടിച്ചിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഒരു പുറത്തോട്ടേക്ക് ഒരു ആക്സസ് ഉണ്ട്, അവിടത്തേക്ക് ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കണക്ട് ചെയ്യുന്ന സ്പേസാണ് ഈ സ്റ്റെയർ കേസ്. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയൊരു ഹ്യൂജ് വാള്, അതും ഡബിൾ ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ട്രിപ്പിൾ ഹൈറ്റുള്ള ഒരു വാളാണ്. It is a huge wall, so I didn't want it to be too much, and I can't leave it plain because it will be very simple and very basic. So I wanted to keep it simple and meaningful. And initially I just thought of the shapes only, but then I just added some meaning to it with the names. Every core family member is there.
സ്റ്റെയർ യൂണിറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ലിവിങ്ങിലെത്തും. പിന്നെ അവിടെയാണ് ആ ഹ്യൂജ് സ്കൈലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇറ്റ്സ് ലൈക്ക് എ ലിവിങ് സ്പേസ് ഫോർ ബേസിക്കലി. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടെ നമുക്ക് പ്രൈവസിയും ടി വി കാണാനും. നമ്മൾ വേറെ എവിടെയും ടി വി ഒന്നും ഇല്ല. I think in all bedrooms, when you enter straight, the view will be glass, the outside, the exterior will be the straight view. And to the other side, you'll have the bed back artworks and those stuffs. ഈ ഒരു എൻ്റയർ ജേണി തുടങ്ങിയത് 2016 അപ്പോൾ ആ ഒരു പോയിന്റ് തൊട്ട് ഓൾമോസ്റ്റ് 8 ഇയേഴ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു വിഷൻ, അത് അറ്റ് ദ എൻഡ് അതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതിപ്പോൾ നമ്മൾ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നു, എൻ്റെ പേരൻസ് യൂസ് ചെയ്യുന്നത് കാണുമ്പോഴും, അതായത് ഈ സ്പേസൊക്കെ ഒരു എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴും വളരെ രീതിയിൽ നമ്മൾ ഹാപ്പിയാണ്. What I try to apply to the project is that I just want to make sure the people who's going to use that area should feel connected, should feel more connected to the space. And it's not about giving what they ask, it's about giving the best version of what they want.